ഹായ് എവരി വൺ, ഈദ് മുബാറക്. അപ്പോൾ കുറേ മാസങ്ങളായി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ഈദ് ബ്ലോഗ് വീഡിയോ ആണ്. അപ്പോൾ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് മുതൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം കുറച്ച് നേരത്തെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2-3 ഷോപ്പിൽ കയറിയിട്ടാണ് ലാസ്റ്റ് കിട്ടിയത്. അതാണ് പതിവ്. ആദ്യം R&Bയിലാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ കളക്ഷൻസ് ഉണ്ട്, ബട്ട് ഞാൻ വിചാരിച്ച പോലെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തില്ല. ഇതുവക്ക് കുറച്ച് വീട്ടിലിടാനുള്ള ഡ്രസ്സ് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം മേടിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. നെക്സ്റ്റ് റെഡ് ടാഗിലാണ് പോയത്. അപ്പോൾ അവിടെ കിഡ്സിന് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അവിടുന്ന് മോൾക്കും അച്ഛനും ഉള്ള ഈദ് ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ സ്പ്ലാഷിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മേടിച്ച ഡ്രസ്സ് കാണിച്ചു തരാം. എനിക്ക് എപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയാലും എനിക്ക് സ്പ്ലാഷിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ഞാൻ ഒരു കോഡ് സെറ്റാണ് എടുത്തത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഇവിടെ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇങ്ങനത്തെ ഒക്കെ ഇടാനാണ് ഏറ്റവും കംഫർട്ട്. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. ഇതുവക്ക് വീട്ടിലിടാൻ ഞാൻ ഇങ്ങനത്തെയാണ് കൂടുതൽ എടുക്കാറ്. കാരണം ഓള് ഫ്രോക്ക് അങ്ങനത്തെ ഒന്നും ഡ്രസ്സ് ഇടുകയില്ല. ആൾക്ക് ടീഷർട്ട്, പാൻറ്റ്, ട്രൗസർ അങ്ങനത്തെയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ വേറെ മേടിച്ചിട്ടും കാര്യമില്ല, ആൾ ഇടൂല. അപ്പോൾ ഞാൻ കുറച്ച് 3-4 ടീഷർട്ടും പാൻസുമാണ് എടുത്തത്. ഇതുവൻ്റെ ഓൾമോസ്റ്റ് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നത് അഫ്സ തന്നെയാണ്. അപ്പോൾ ഈ ഡ്രസ്സും സെലക്ട് ചെയ്യുന്നത് അഫ്സ തന്നെയാണ്. ആൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത ഡ്രസ്സാണ്. ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് റെഡ് ടാഗിൽ നിന്ന് എടുത്തത്. ഒരു ട്രൗസർ പാൻറ്റ് വരുന്ന ഒരു സെറ്റും പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഫ്രോക്കും. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ ട്രെൻഡിയോളിൽ നിന്ന് മേടിച്ചതാണ്. ജസ്റ്റ് ഓഫർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് മേടിച്ചതാണ്. പക്ഷേ ഈ ക്ലൈമറ്റിലൊന്നും ഇടാൻ പറ്റില്ല, നല്ല ചൂടല്ലേ. നമുക്ക് നാട്ടിൽ പോകുമ്പോൾ യൂസ് ചെയ്യാത്. അപ്പോൾ ഇതൊരു നീറ്റ് വെയർ ഡ്രസ്സാണ്, ലെങ്ത്തുള്ള. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളെ ഈദ് ഡ്രസ്സ്. പിന്നെ ഇത്രയും ദിവസം വീഡിയോ എന്താ ഇടാത്തതെന്ന് വെച്ചാൽ ഒന്നുമില്ല, മടിയാണ്. അതാണ് മെയിൻ റീസൺ. പിന്നെ ഒന്നാമത് എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ ഫോണിലുള്ളതൊക്കെ ഒന്ന് ലാപ്പിലേക്ക് ആക്കണം, അതും ഒരു റീസൺ. പിന്നെ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ ട്രൈപോഡ് വെച്ചാലും അതെടുത്ത് എസ്കേപ്പ് ആവും. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള മൂഡേ പോയി പോവും. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. പിന്നെ ഇനിയും വീഡിയോസ് കണ്ടിന്യൂസ് ആയി ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇടാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇടാൻ വേണ്ടി ശ്രമിക്കാം. ഇതിൻ്റെ തലേ ദിവസം കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ചിക്കനും ബീഫും പിന്നെ കുറച്ച് പുഡിങ് ഉണ്ടാക്കാനുള്ള ഐറ്റംസും പായസം ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ലുലുവിലേക്ക് വന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഞാൻ ഈ വെർമിസെല്ലിയും കൊണ്ടുള്ള സേമിയ പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് 2 പാക്കറ്റ് എടുത്തു. പിന്നെ പുഡിങ്ങിന് വേണ്ടിയിട്ട് ബേസായിട്ട് വാനില കേക്ക് വേണമായിരുന്നു. അപ്പോൾ അതങ്ങനെ മേടിച്ച്. പിന്നെ ഇപ്രാവശ്യം മെഹന്തി ഇടാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റെൻസിലാണ് മേടിച്ചത്. അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതുവക്കും എനിക്കുള്ള സ്റ്റെൻസിൽ അങ്ങനെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇതൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നതൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണങ്ങുന്നത് വരെ എവിടെ ആക്കാണ്ട് ഇപ്പോൾ ഇരുന്നോളും. അപ്പോൾ കഴിഞ്ഞ ഇതിനൊക്കെ കൊടുത്തിട്ട് അപ്പം തന്നെ ഇങ്ങനെ തുടച്ച് കളയല്ലേ, അപ്പം തന്നെ കഴുകി കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇപ്പം എന്താണെന്നറിയില്ല, ഈ സ്റ്റെൻസിൽ കണ്ടിട്ടാ തോന്നുന്നുണ്ട് കൊടുത്തിട്ട് ഉണങ്ങണ വരെ ഇരുന്നിരുന്നു. പെരുന്നാൾ ദിവസം രാവിലെ എണീറ്റ് കുളിയും നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഇറങ്ങി. ഇന്ന് ഫുഡ് ഉണ്ടാക്കണ്ട, കാരണം ഇന്ന് ചെറിയൊരു ഗ്യാതറിങ് ഉണ്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ളവരായിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ മുൻപ് ബ്രേക്ക്ഫാസ്റ്റ് പായസം പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ നാട്ടിൽ ഈദായാലും ഇതൊന്നും നമ്മളെ സെക്ഷനേ അല്ല. പക്ഷെ ഇപ്പം അങ്ങനെ അല്ലല്ലോ.
അപ്പോൾ ഞാൻ വേഗം പുഡിങ്ങൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ വേഗം പുഡിങ് ഉണ്ടാക്കട്ടെ. ഈ പുഡിങ് ഉണ്ടാക്കാൻ സിമ്പിളാണ്. അപ്പോൾ റെസിപ്പി വേണ്ടവർക്ക് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ബേസായിട്ട് ഏതെങ്കിലും ഒരു കേക്ക് വേണം. കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലും മതി. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പാലും കണ്ടൻസ്ഡ് മിൽക്കും ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ കേക്കിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുക്കുന്നത് മഹലാബിയാണ്. സിമ്പിളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പിൻ്റെ ചാനലുണ്ട്, വേണ്ടവർക്ക് കാണാം. നല്ല സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. 1.5 കപ്പ് പാലും ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ തിക്ക് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഏതെങ്കിലും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുത്താൽ അതിൻ്റെ സെക്കൻഡ് ലെയർ റെഡിയായി. എന്നിട്ട് ഈ മഹലാബിയ ഫസ്റ്റ് ലെയറിൻ്റെ മേലെ ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ ഫസ്റ്റും സെക്കൻഡും ലെയർ റെഡിയായി. ഇനി ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊരു 5 മിനിറ്റ്സ് വെച്ചാൽ മതി. ഇനി തേർഡ് ലെയറിന് വേണ്ടിയിട്ട് ഒരു 5-6 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഷുഗറും കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുത്താൽ ഇതിൻ്റെ തേർഡ് ലെയർ റെഡിയായി. ഇത് ചൂടാറിയതിന് ശേഷം ഒഴിക്കണം. ഞാൻ കുറച്ച് ചൂടുണ്ടായിരുന്നു, അതിൻ്റെ മേലെ ഒഴിച്ചപ്പോൾ കുഴപ്പമില്ല, എന്നാലും മെൽറ്റായി പോവും. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. തേർഡ് ലെയർ ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റായതിന് ശേഷം മാത്രം ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങാണ്. സിട്രസ് ഓറഞ്ച് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കയ്പ്പൊന്നും അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല, കയ്പ്പില്ലായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നെയ്പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ജുമ ഉണ്ടായിരുന്നു. അപ്പോൾ ജുമക്കൊക്കെ പോയി വന്നു. പിന്നെ അങ്ങോട്ട് വീഡിയോസൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ ഒന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പിന്നെ ഈദ് ഗ്യാതറിങ്ങിന് പോയി. എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഈവൻ്റ് ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.